വിവാദമായ പി.എം.ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ. യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശാണ് യു.ഡി.എഫ് യോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കവേ മുന്നണിയുടെ നിലപാട് വ്യക്തമാക്കിയത്. മുൻ സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് ഇനി പിന്മാറാൻ കഴിയില്ലെന്നും കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുന്നത് മറ്റാരുമല്ല, അത് മുസ്ലിം ലീഗ് തന്നെയാണ്. ലീഗ് അണികൾക്കും മുസ്ലിം സംഘടനകൾക്കുമുള്ള അതൃപ്തി പരിഹരിക്കുന്നതിലാണ് ലീഗ് നേതൃത്വത്തിന് തലവേദന. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ നിയമപരമായി കഴിയില്ലെന്നതാണ് ന്യായീകരണം. സ്കൂളുകളും സിലബസും സംസ്ഥാനത്തിന് തീരുമാനിക്കാനാകണം എന്ന ഉപാധി വയ്ക്കാൻ ഒരുങ്ങുകയാണ് കേരളം. 3 അംഗ മന്ത്രിസഭ ഉപസമിതി റിപ്പോർട്ട് നൽകാതിരിക്കെ കൺവീനർ തീരുമാനം പ്രഖ്യാപിച്ചത് മുന്നണി മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്ന നിലപാടാണ് ലീഗിന്. യു.ഡി.എഫ് യോഗത്തിൽ ഫോർവേഡ് ബ്ലോക്ക് ഈ വിഷയം ഉന്നയിച്ചെങ്കിലും ആലോചിക്കാമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. യു.ഡി.എഫ് നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ അന്തിമ ചർച്ച നടക്കാതെയാണ് തീരുമാനം പ്രഖ്യാപിച്ചതെന്നും ലീഗ് നേതൃത്വം പറയുന്നു. എന്നാൽ യു.ഡി.എഫ് ഏകോപന സമിതി യോഗത്തിൽ പി.എം.ശ്രീയെ കുറിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നാണ് മന്ത്രിയും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുമായ പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. പ്രതിപക്ഷത്തായിരിക്കെ പി.എം.ശ്രീ പദ്ധതിക്കെതിരെ കടുത്ത നിലപാടെടുത്ത യു.ഡി.എഫ് ഭരണത്തിലെത്തിയതോടെ മലക്കം മറിയുകയായിരുന്നു. യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞവർ മന്ത്രിമാരായി. വർഷങ്ങളോളം ഇതേ വിഷയത്തിൽ തെരുവിൽ കിടന്ന് അടികൊണ്ട എം.എസ്.എഫുകാരും യൂത്ത് ലീഗുകാരും ഒന്നും മിണ്ടാതെയായി. അധികാരത്തിലെത്താനുള്ള കുറുക്കുവഴി മാത്രമായിരുന്നു യു.ഡി.എഫിന് പി.എം.ശ്രീ എന്ന് ഇപ്പോൾ തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല. കെ.എം. ഷാജി അടക്കമുള്ളവർക്ക് മാധ്യമങ്ങളുടെ ചോദ്യത്തിനു മുന്നിൽ മറുപടികളില്ലാതെ വിയർക്കേണ്ടി വരുന്ന കാഴ്ചയും ഇന്ന് രാവിലെ മുതൽ കാണാം. ഒരിക്കൽ ഒപ്പിട്ട പി.എം.ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് ഏകപക്ഷീയമായി പിന്മാറാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. പക്ഷേ അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ഇവിടെ പണി കൊടുത്തിരിക്കുന്നത് കേന്ദ്രം തന്നെയാണ്. പി.എം.ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾ പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചതോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വാദം പൊളിയുന്നത്. സംസ്ഥാനങ്ങൾക്ക് പി.എം.ശ്രീയിൽ നിന്ന് പിന്മാറാൻ തടസ്സങ്ങളൊന്നുമില്ലെന്ന്, പദ്ധതി ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്ന പ്രശ്നമേ ഉള്ളൂവെന്നും എ.ഒ.യുടെ ഒപ്പിട്ട ശേഷം സ്കൂളുകളുടെ പട്ടിക നൽകാത്തത് കൊണ്ട് കേരളത്തിന് ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്നും അബ്ദുൾ വഹാബ് എം.പിയുടെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരി മറുപടി നൽകിയത്. ഫണ്ട് നൽകിയ 35 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ലിസ്റ്റ് ജയന്ത് ചൗധരി പുറത്തുവിട്ടു. ഇതിൽ കേരളത്തിന്റെ പേര് ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ ഇത്രയും കാലം മുൻ ഇടത് സർക്കാരും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാദമാണ് സത്യമെന്ന് തെളിയുന്നത്. ഫണ്ട് വാങ്ങിയാൽ കേന്ദ്രം പറയുന്ന ഭാഗങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന് വ്യക്തമായി ജയന്ത് ചൗധരി പറഞ്ഞിട്ടുണ്ട്. പി.എം.ശ്രീ നടപ്പിലാക്കിയാൽ ബി.ജെ.പിയുടെയോ ആർ.എസ്.എസിന്റെയോ അജണ്ടകൾക്ക് വഴങ്ങില്ലെന്നും അത്തരം പാഠ്യപദ്ധതികൾ പഠിപ്പിക്കില്ലെന്നുമായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിന് നേർ വിപരീതമാണ് കേന്ദ്രത്തിന്റെ മറുപടി. അപ്പോൾ എന്തിനാണ് സംസ്ഥാന സർക്കാർ വീണ്ടും നുണ പറയുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ അഭിയാൻ വഴി റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിഹിതമായ 99.27 കോടി രൂപ മാത്രമാണ് കേരളത്തിന് കേന്ദ്രം അനുവദിച്ചത്. പി.എം.ശ്രീക്കായി പ്രത്യേകം തുകയൊന്നും നൽകിയിട്ടില്ല. കടുത്ത എതിർപ്പും വിമർശനവുമായി പ്രതിപക്ഷത്തു നിന്ന് ഉയരുന്നത്. ഇങ്ങനെ നുണ പറഞ്ഞ് കേരളത്തെ വഞ്ചിക്കുന്നതിന് പകരം തെറ്റ് സമ്മതിച്ച് ജനങ്ങളോട് മാപ്പു പറഞ്ഞ ശേഷം മുന്നോട്ടു പോകാമായിരുന്നില്ലേ എന്നാണ് രാജ്യസഭ എം.പി. ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം. ഇത്രയും നഗ്നമായ കള്ളം പറഞ്ഞവരെ ഇനി എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു. അറബിക്കടലിൽ വേണ്ടത്ര വെള്ളമില്ലാഞ്ഞതിനാൽ ഇപ്പോൾ പി.എം.ശ്രീ കടലിലെറിയാൻ കഴിയില്ലെന്ന് പാണക്കാട് നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് എന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് പരിഹസിച്ചത്. യു.ഡി.എഫ് സർക്കാരിന്റെ നടപടി ആർ.എസ്.എസ് അജണ്ടയ്ക്ക് മുന്നിൽ തലകുനിക്കുന്നതിന് തുല്യമാണെന്ന് പി. രാജീവ് തുറന്നടിച്ചു. കേന്ദ്രത്തിനു മുന്നിലും ബി.ജെ.പിക്ക് മുന്നിലും പൂർണ്ണമായി വഴങ്ങുന്ന സർക്കാരായി യു.ഡി.എഫ് മാറിയെന്നും ആർ.എസ്.എസ് അജണ്ടകൾക്ക് മുസ്ലിം ലീഗും കോൺഗ്രസും കൂട്ടുനിൽക്കുകയാണെന്നും പി. രാജീവ് പറഞ്ഞു. മുസ്ലിം സംഘടനകളും ഇത്രയും കാലം കടിച്ചു പിടിച്ചു വെച്ചിരുന്ന അതൃപ്തി പരസ്യമായി തന്നെ പ്രകടമാക്കി തുടങ്ങിയിട്ടുണ്ട്. സതീശൻ സർക്കാരിന്റെ തീരുമാനം തികഞ്ഞ ജനവഞ്ചനയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് ബാലരി പറയുന്നു. ആർ.എസ്.എസിന്റെ വംശീയ ഉന്മൂലന ആശയത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം സ്കൂളുകളിൽ നടപ്പാക്കുന്നതിനുള്ള പൈലറ്റ് പദ്ധതിയാണിതെന്ന നിലപാടാണ് വെൽഫെയർ പാർട്ടിയുടേത്. മുൻ സർക്കാർ ഒപ്പിട്ടുവെന്ന സാങ്കേതികവാദം ആവർത്തിക്കുന്നതിന് പകരം സംഘപരിവാറിനോട് നിയമപരവും രാഷ്ട്രീയവുമായി പോരാടാൻ യു.ഡി.എഫ് തയ്യാറാകണമെന്ന വാദമാണ് പൊതുവെ മുസ്ലിം സംഘടനകൾക്കെല്ലാം ഉള്ളത്.
പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകളും നിറയുകയാണ്. അധികാരമേറ്റാൽ അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞ ശേഷം പിന്നീട് പദ്ധതിയുടെ നടത്തിപ്പുകാരായി മാറിയ മുസ്ലിം ലീഗ് UDF നേതൃത്വത്തിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയത്. ചാനൽ ചർച്ചയിൽ PM ശ്രീയെ ന്യായീകരിക്കാൻ ലീഗ് കോൺഗ്രസ് നേതാക്കൾ എത്തിയതോടെ ഓക്കെ ന്യായീകരിച്ചോളൂ എന്ന പേരിൽ UDFന്റെ കപടമുഖം തുറന്നു കാണിച്ച സാമൂഹിക മാധ്യമങ്ങളിൽ ട്രോൾ മഴയാണ്. 2022 കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM ശ്രീ പദ്ധതി രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സ്കൂളുകളെ മികച്ച മാതൃക സ്കൂളുകളായി ഉയർത്താൻ ലക്ഷ്യമിടുന്നതാണ്. ആധുനിക ക്ലാസ് മുറികൾ, സ്മാർട്ട് സാങ്കേതിക വിദ്യ, അത്യാധുനിക ലാബുകൾ, അധ്യാപകർക്കുള്ള പരിശീലനം, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് ഇതിലൂടെ വാഗ്ദാനം ചെയ്യുന്നത്. പ്രധാനമായും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമായ NEP 2020 അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഫണ്ട് സ്വീകരിച്ച് പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് മികച്ച ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കാനും സഹായിക്കുമെന്നാണ് അനുകൂലിക്കുന്നവരുടെ പ്രധാന വാദം. പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എങ്കിൽ അത് അങ്ങനെ തന്നെ തുറന്നു പറഞ്ഞു മുന്നോട്ട് പോയാൽ എന്താ എന്നാണ് വലിയൊരു വിഭാഗത്തിന്റെ ചോദ്യം. അവിടെയാണ് ഈ സർക്കാർ തിരിഞ്ഞുകളിക്കുന്നതും. എന്നാൽ പദ്ധതിയെ വിമർശിക്കുന്നവർ ശക്തമായ ആശങ്കകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. NEP 2020 നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായതിനാൽ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുകളും സ്വാധീനവും വർദ്ധിക്കുമോ എന്നതാണ് പ്രധാന ഭയം. കേരളത്തിന്റേതായ പ്രത്യേക വിദ്യാഭ്യാസ മാതൃകയും സ്കൂളുകളുടെ സ്വയം ഭരണാധികാരവും ദുർബലപ്പെടുമോ എന്നും വിമർശകർ ചോദ്യമുയർത്തുന്നു. ഫണ്ട് വാങ്ങിയാൽ ഇതിലെല്ലാം ഇടപെടുമെന്ന് കേന്ദ്രവും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്മാറില്ലെന്ന് സർക്കാർ പറഞ്ഞ സ്ഥിതിക്ക് ഇനി കേരളത്തിന്റെ പ്രതീക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള ഇളവുകളിൽ മാത്രമാണ്. സംസ്ഥാന സിലബസ് പഠിപ്പിക്കാൻ മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകിയതിലാണ് കേരളം പ്രതീക്ഷ വെക്കുന്നത്. സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന സർക്കാരിന് അനുവാദം കിട്ടുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മന്ത്രിസഭ ഉപസമിതി അന്തിമയോഗം ബുധനാഴ്ച 3:30 ചേരും. ഓഗസ്റ്റ് 2ാം വാരം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യും. ഓഗസ്റ്റ് 2ാം വാരത്തോടെ കേന്ദ്രത്തിന് ഔദ്യോഗികമായ കത്തയക്കും. ചുരുക്കത്തിൽ PM ശ്രീ പദ്ധതി എന്നത് കേവലം ഒരു വിദ്യാഭ്യാസ വികസന വിഷയം മാത്രമല്ല. കേന്ദ്ര സംസ്ഥാന ഫെഡറൽ ബന്ധങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ നയതന്ത്ര സ്വാതന്ത്ര്യം, സംസ്ഥാന രാഷ്ട്രീയം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന സങ്കീർണമായൊരു വിഷയമാണ്. കേന്ദ്ര ഫണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തി വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്വയംഭരണവും നയതന്ത്ര സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ കഴിയുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.